ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ട് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാ, ഇപ്പോഴാട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മളിതാ ഒരു യാത്രയാട്ടോ, ഒരു ലോങ് യാത്ര. അതും ഞാനും മക്കളും മാത്രമായിട്ട്. ജയാൻകുട്ടനൊക്കെ ഭയങ്കര ആവേശത്തിലിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇരുത്തൊന്നും കഴിഞ്ഞ് നിങ്ങളൊന്നും വിചാരിക്കണ്ട. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ പോയ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് മനസ്സിലായോ? നമ്മളങ്ങനെ വയനാട്ടിലാട്ടോ എത്തിയിട്ടുള്ളത്. ഈ ഒരു കുടിയലിനില്ലേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ടൈം നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം അവരെല്ലാം കൊണ്ട് ഫ്രീ ആയ ടൈമാട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മൾ നസുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. സംഭവം അടിപൊളി വീടാണ്, അതേപോലെ അടിപൊളി സ്ഥലം കൂടിയാട്ടോ. പിന്നെ ഇവർക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നല്ല, അവർക്ക് വേണ്ടിയിട്ടായിട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഇയാളിതാ ആളെ ഫ്രണ്ടിൻ്റെ അനിയനല്ല ഏട്ടനാട്ടോ. ഇത് ജയാൻകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആള് നല്ലപോലെ ജയാൻകുട്ടനായിട്ട് ഭയങ്കര കമ്പനിയും ആയിട്ടുണ്ടായിന്. കണ്ട ആ ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ആളില്ലേ അവിടെ ആ ഒരു വൈറ്റ് കാണില്ലേ, അവിടെ ഇച്ചിച്ചിണ്ട് എന്ന് പറഞ്ഞു കൊടുക്കല കേട്ടോ. ഇച്ചിച്ചിന്ന് പറഞ്ഞത് മനസ്സിലാവും. അവിടെ ആ വെള്ളപ്പൊടി കച്ചറ എന്നൊക്കെ പറയില്ലേ, വേസ്റ്റ് എന്നൊക്കെ, അതാട്ടോ. ആളൊരു വലിയ ഡോളിനെ അങ്ങനെ എന്തോ വരച്ച് കാണിച്ചു കൊടുക്കുന്നതാ. അങ്ങനെ നല്ല രസമില്ലേ. ഇത് പിറ്റേന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. അങ്ങനെയല്ല, അന്ന് മൊത്തത്തിൽ ക്ഷീണമായതുകൊണ്ട് കുറച്ച് കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ തന്നെയായിരുന്നു അന്ന് രാത്രി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായത്. അവർക്ക് നമ്മൾ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പിന്നെ അവരെ ചിക്കൻ കറിയും പൂരി വേറെ തന്നെ ഒരു സ്റ്റൈലാട്ടോ. അവർ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായത്. ഞാൻ ജസ്റ്റ് അതൊരു ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു യാത്ര പുറപ്പെട്ടതാ. പക്ഷെ നമ്മൾ പോയ സ്ഥലം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ ക്ലോസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ആദിവാസികളിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കല കേട്ടോ. പക്ഷെ എല്ലാം മണ്ണോണ്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിന്. പിന്നെ അവിടെ നിന്ന് നേരെ ഇതൊക്കെ നല്ല രസമില്ലേ. അല്ല, നമ്മളെ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടില്ലേ, എന്തൊരു തണുപ്പാണെന്നറിയോ, നല്ലൊരു കാലാവസ്ഥ. അങ്ങനെ നേരെ നമ്മൾ പോയിട്ടുണ്ടായത് പഴശ്ശി പാർക്കിലായിരുന്നു കേട്ടോ. ആകാശമൊക്കെ കാണാൻ എന്താ രസം. ജയാൻകുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു പാർക്കിനില്ലേ ഇവർ വേറൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? വവ്വാൽ പാർക്ക്. അങ്ങനല്ല, ഇവിടുത്തെ എല്ലാ മരത്തിൻ്റെ മേലില്ലേ വവ്വാലും കൊണ്ട് നിറഞ്ഞിട്ടാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ജയാന് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് അത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ ഇറങ്ങുന്നുള്ളൊരു ഇതിലാട്ടോ ആൾ നിൽക്കുന്നുണ്ടായത്. അങ്ങനെയൊക്കെ ഒരു സമയം ആളതൊക്കെ നോക്കി ആളെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഈ ചെടിയുണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ആ ചെടി ഇഷ്ടമായി. അതിൻ്റെ പേര് ബുൾബുൾ ചെടിയെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ അതിന് വിത്തൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ, പിടിക്കും. പക്ഷെ അത് പിന്നീട് ഒരു കാട് പോലെ ആവും കേട്ടോ. എന്നല്ല, നമ്മളെ കാറ്റാടിയില്ലേ, കാറ്റാടിയല്ല, അപ്പൂപ്പന്താടി, ഈ ഒരു ടൈപ്പാട്ടോ അതിൻ്റെ വിത്ത് വരുന്നത്. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടില്ല. അല്ല, അവർക്ക് ഇഷ്ടാവില്ലെങ്കിലും വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ മീനെ വാങ്ങിയിട്ടുണ്ടായിനെ. അങ്ങനെ മീനെ കുളത്തിലൊക്കെ ഇടലാട്ടോ. പിന്നെ ഞാൻ നമ്മളെ നസുവിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ആളെ പേര് നെൽവ എന്നാട്ടോ. ആളും നമ്മളെ നസുവായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കോളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഈ കോളം നമ്മളെ നസുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെതാട്ടോ. ഇതിൽ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീനും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ പല ടൈപ്പ് മീനുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം നമ്മളെടുത്ത് പറഞ്ഞ വീട്ടിൻ്റെ മുകളിൽ കയറിയ നല്ല കാഴ്ച കാണാന്നിട്ട് അങ്ങനെ കയറിയതാട്ടോ. സംഭവമില്ല, അടിപൊളിയൊന്ന് ചുറ്റും ഈ റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പൊതുവേ എനിക്കില്ലേ വയനാട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഉപ്പാൻ്റെ നാടും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ ഒരു 4 കൊല്ലം, 2-3 വർഷം നമ്മൾ വയനാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പാൻ്റെ വീട്ടിലും പിന്നെ കുറച്ച് വാടകയൊക്കെ ആയിട്ട്. സംഭവം ആ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വയനാട്ടിലേക്ക് നിൽക്കാമെന്ന് പറയും ഞാൻ തന്നെ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ താഴെ വരുമ്പോൾ ഉണ്ട് ഇവിടുത്തെ മമ്മിയുണ്ട് നമുക്ക് വേണ്ടിയിട്ട് പൂള പുഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാ. ഈ പൂളൻ്റെ ടേസ്റ്റ് തന്നെ വേറെ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ജീരകം, വെളുത്തുള്ളി, തേങ്ങ, പച്ചമുളക്, കരിവേപ്പില എല്ലാം ഇട്ടിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവിടുത്തെ ആൻറ്റി ഇടയ്ക്ക് ആൻറ്റി എന്നൊന്നും വിളിക്കണ്ട, നമ്മളെ നസിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാട്ടോ അത്. ആളിടയ്ക്കൊന്ന് ചൂടൊന്നൊക്കെ കൊള്ളുന്നുണ്ട്. നമ്മൾ സയാൻകുട്ടനൊന്ന് പിടിപ്പിച്ചു കൊടുത്തതാട്ടോ. അങ്ങനെ ഇതാ സയാൻകുട്ടനൊക്കെ ആയിട്ട് നമ്മളിതാ പൂളിയും ഞാൻ ബീഫും കൂട്ടിയിട്ടാട്ടോ തിന്നുന്നത്. എനിക്ക് പിന്നെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ബീഫ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഇവർക്ക് നമ്മളെ ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ബീഫ് കറി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കണ്ണൂർ ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കില്ല. ഇത് ഏകദേശം വയനാടൻ സ്റ്റൈലാട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പാൻ്റെ നാട് വയനാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ ഉപ്പാൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ആ പൂത്ത് വരട്ടിയതും വേറെ ഒറോട്ടയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് ചെറിയ ചെറിയ പാറ്റിനെ കണ്ടിട്ട് ആ കളിയാട്ടോ. ആള് വലിയ ധൈര്യമൊക്കെ കാണിക്കും, പക്ഷേ ഇല്ലേ അച്ഛൻ പേടിയാട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ മൂവിയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കടന്നിറങ്ങി. അങ്ങനല്ല, ഈ ഒരു ദിവസം കൂടിയേ നമ്മൾ ഇവിടെ നിന്നിട്ടുള്ളൂ. 2 രാത്രി പിന്നെ ഒരു പകലും. പിറ്റേന്ന് നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇതാ മൂവി കാണില്ല കേട്ടോ. രാവിലെ കഴിച്ചിട്ടുണ്ടായത് പുട്ടും പഴവും. പക്ഷെ ഞാൻ ബീഫ് കറിയും കൂട്ടിയിട്ടാട്ടോ തിന്നിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഇവിടുത്തെ പപ്പയാട്ടോ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായത്. നമ്മളങ്ങനെ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ സത്യത്തിൽ പോകുന്ന ടൈം നല്ല സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ആണെങ്കിൽ ചുരം ഭയങ്കര മോശമായതുകൊണ്ട് പാൽച്ചുരയില്ലേ, കൊട്ടിയൂർ അമ്പലമില്ലേ, അതിലേ കൂടി കേട്ടോ ബസ് പോകുന്നത് കണ്ണൂരേക്ക്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തി. ഇത് പിറ്റേന്നുള്ള വിശേഷം കേട്ടോ. ഇവിടെ എന്താണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ നബിദിനം. നമ്മൾ ശനിയാഴ്ചയായിരുന്നു വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായത്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ രാവിലെ എണീച്ച് പഴം വറുത്തതും ചായയൊക്കെ കുടിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ നബിദിനത്തിൻ്റെ റാലി വരുത്താട്ടോ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വേഗം ഓടി വന്നു. അതും ഇങ്ങനെ ശ്രദ്ധിച്ച് കാണല കേട്ടോ. ശനിയാഴ്ച തന്നെ വന്നത് നമ്മളെ നസുവിൻ്റെ മദ്രസയിൽ നബിദിനം ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞായറാഴ്ച വരൂ. അങ്ങനല്ല, അത്രയും നല്ല രസമുണ്ടായിന്. വീട്ടിൽ പിന്നെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. അനിയനൊക്കെ അവരൊക്കെ ഞായറാഴ്ച ഫുള്ള് ഫുഡും പള്ളിയിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. മദ്രസയിൽ നിന്ന് ഇതാ തിരിച്ചു വന്നേരം ഇതൊക്കെ നമ്മൾ പൈനാപ്പിളെല്ലാം പഴുത്തിട്ടുണ്ടായിന്, അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കാന്താരി നിറച്ച് മുളകെല്ലാം പഴുത്തിട്ടുണ്ടായി. 2-3 ദിവസം കൊണ്ട് എത്ര മാറ്റങ്ങളല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കലാട്ടോ. ഇനി കുറച്ച് മുളകെല്ലാം പറിച്ചിട്ട് ഇനി ഒന്ന് ഉപ്പിലിട്ട് വെക്കേണ്ട അവസ്ഥയുള്ളൂ. നിറച്ച് മുളകായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പിന്നെ കാന്താരി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല എരിവല്ലേ മുളകിന്. നമ്മളെ കുറ്റിക്കാന്താരി എല്ലാം ഞാൻ ഇത്ര പറിച്ചെടുത്തിട്ടുണ്ട്, ബാക്കി അതിൽ തന്നെ ഉണ്ട് അത്ര കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നസുവിന് മദ്രസയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ, അതൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കൂടെ നമ്മൾ സയാനും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാലില്ലേ, ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പി ആട്ടോ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വയനാട്ടിലേക്ക് പോക്ക് നടക്കുമെന്ന്. പ്രത്യേകിച്ച് അത്രയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ റെഡിയാവട്ടെ നിലയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നും ഒരിക്കലും സാധിക്കില്ല. എനിക്ക് നിങ്ങളോടും കൂടി അതെ കേട്ടോ പറയാനുള്ളത്. മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക, പ്രശ്നങ്ങളെ വഴിക്ക് വിടുക. ദൈവം ഉണ്ടല്ലോ കൂടാ. അങ്ങനെ ഇതാ നമ്മളെ ഗിഫ്റ്റ് ഇതാ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.